എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:17-18. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. യെഹെസ്കേൽ പ്രവാചകന്റെ അനുഭവവും ഇതുതന്നെയായിരുന്നു. യെഹെസ്കേൽ 1-ാം അധ്യായം 28-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്ന ചിത്രവും ഇവിടെ നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ലൂക്കോസ് 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത്. ഇതെല്ലാം ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്വത്തോടുള്ള ആദരവിനെ കാണിക്കുകയാണ്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത നമുക്ക് സ്വയം കൽപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീഴുന്നതിൻ്റെ അടയാളങ്ങളാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രഭയുടെ മുൻപിൽ നിൽക്കാൻ നമുക്ക് ത്രാണി ലഭിക്കുന്നത് തന്നെ പ്രയാസം. ആ പ്രഭയുടെ മുൻപിൽ, ആ തേജസ്സിൻ്റെ മുൻപിൽ, ആ ശോഭയുടെ മുൻപിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നിൽക്കുക? അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയാൻ ശ്രമിക്കുന്നത്, ലോകം ക്രൂശിച്ച ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടവനായി മഹത്വവാനായി നിൽക്കുന്നു. വീഴുന്ന യോഹന്നാനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഭയപ്പെടേണ്ട. ഈ ഒരു അഭിവാദനം യേശു ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിലും നൽകിയിട്ടുണ്ട്. അഭൗമിക പുരുഷനെ ദർശിക്കുന്നയാൾ ഭയപരവശനാകുന്നത് സാധാരണമല്ല. സ്വർഗീയ പുരുഷനെക്കുറിച്ച് ഉറപ്പ് നൽകുന്ന പ്രസ്താവനയോ പ്രവൃത്തിയോ തുടർന്നുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 12 വരെ ഉള്ള ഭാഗത്ത് പറയുന്ന കരുത്തനായ ദൈവദൂതനെക്കുറിച്ചുള്ള ദർശനം യോഹന്നാന് സുപരിചിതമായിരുന്നു. അവിടെ ദർശനത്തിൽ ദാനിയേൽ ഭയപരവശനായി അബോധാവസ്ഥയിൽ വീഴുകയും അപ്പോൾ ദൈവദൂതൻ ദാനിയേലിനെ സ്പർശിക്കുകയും ധൈര്യപ്രദമായി സംഭാഷിക്കുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. അതുപോലെ ഈനോക്കിൻ്റെ പുസ്തകം, അതായത് 1 ഈനോക്ക് 71-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ മഹത്വവാനായ ദൈവദൂതനെ ദർശിച്ചപ്പോൾ ആത്മാക്കളുടെ കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീഴുകയും മീഖായേൽ ദൂതൻ അവനെ വലതു കൈയിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള മാതൃകാ വർണ്ണനകളെ അവലംബിച്ചാണ് യോഹന്നാൻ സ്വർഗീയ മശിഹായെ ദർശിച്ച രംഗം വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 7 നക്ഷത്രങ്ങൾ വലം കൈയിൽ പിടിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ ക്രിസ്തു യോഹന്നാനെ സ്പർശിച്ചപ്പോൾ നക്ഷത്രങ്ങൾ എന്ത് ചെയ്തു എന്ന് യോഹന്നാൻ പറയാതിരിക്കുന്നത് ഒരു ന്യൂനതയായി ഒരു പക്ഷെങ്കിൽ നമുക്ക് തോന്നാം. വെളിപ്പാട് സാഹിത്യത്തിൽ അങ്ങനെയുള്ള സൂക്ഷ്മത സാധാരണമല്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുള്ളത് ദൈവം സ്വയം വിവരിക്കുന്ന ശൈലിയാണ്. ക്രിസ്തുവും ദൈവവും തത്വത്തിൽ ഒന്നു തന്നെയാണ് എന്ന ചിന്തയാണ് യോഹന്നാനെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു, ഇനി എന്നേക്കും ജീവിക്കും. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റിയുള്ള സ്വയം പരാമർശമാണിത്. മരണത്തെ ജയിച്ചവൻ, ഇനി എന്നേക്കും
തൻ്റെ ജനത്തോടുകൂടെ ജീവിക്കും എന്ന് വാഗ്ദത്തം ചെയ്തവൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവർ നിത്യതയിൽ അവനോടുകൂടെ ജീവിക്കും എന്നുള്ള നിർണയമാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ലോകത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അന്നത്തെ സഭകൾ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച സഭയാണ്. എന്നാൽ അങ്ങനെ പീഡനങ്ങളിലൂടെ കടന്ന് നിങ്ങൾ മരിച്ചു പോകേണ്ട സ്ഥിതി വന്നാൽ, ഇതാ അതിനേക്കാൾ ക്രൂരമായ പീഡനത്തിലൂടെ കടന്നു വന്ന് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ദർശനം നിങ്ങളെ ശക്തിപ്പെടുത്തും. അതാണ് യോഹന്നാൻ്റെ ഈ രചനയുടെ ഉദ്ദേശം. ലോകം താൽക്കാലികമായിട്ടെങ്കിലും നന്മയെ അല്ലെങ്കിൽ സത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്നാൽ എന്നേക്കും ആത്യന്തികമായ വിജയം ഇതിന് മാത്രമാണ് എന്ന് കർത്താവിൻ്റെ ഈ മഹത്വത്തെ ദർശിക്കുമ്പോൾ ലോകം തിരിച്ചറിയണം. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. സങ്കീർത്തനം 9:13, 107:18, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ മരണത്തിൻ്റെ വാതിലുകളെ പറ്റി പറയുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കി, പാതാളത്തെ ജയിച്ചു, അമർത്യതയെ പ്രദാനം ചെയ്തു, മരണത്തിൻ്റെ വിഷമുള്ളിനെ ഇല്ലാതാക്കി. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അപ്പോൾ മരണത്തിൻ്റെ വിഷമുള്ളിനെ ഇല്ലാതാക്കിയ മഹത്വവാനായ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം. പാതാളം എബ്രായ ഭാഷയിലെ ഷെയോൾ, ഗ്രീക്കിൽ ഹേഡീസ് എന്നാണ് ഈ പദം വിവർത്തനം ചെയ്തിരിക്കുന്നത്. അത് നിത്യശിക്ഷാവിധി നടപ്പാക്കുന്ന സ്ഥലമായിട്ടല്ല, അധോലോകത്ത് മരിച്ചവരുടെ ആത്മാക്കളുടെ താൽക്കാലിക വാസസ്ഥലമാണ് യോഹന്നാൻ. അങ്ങനെയാണ് അതിനെ കാണുന്നത്. രക്തസാക്ഷികളും മോശ, ഏലിയാവ് തുടങ്ങിയവരും ഒരുപക്ഷെ 12 അപ്പോസ്തലന്മാരും അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഐഹിക ജീവിതാന്ത്യത്തിൽ മരിച്ചിട്ടോ നേരിട്ടോ സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പാതാളം മരണത്തിൻ്റെ പ്രതീകം മാത്രമാണ്. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും നമ്മളിത് വായിക്കുന്നു. 21-ാം അധ്യായത്തിലുമുണ്ട്. മരണദൂതൻ, മരണത്തിൻ്റെ അധിപൻ എന്നെല്ലാം അർത്ഥം വരുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. പാതാളം അടച്ച് പൂട്ടുകയും തുറക്കുകയും ചെയ്യാം. അതിൻ്റെ താക്കോൽ ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് യഹൂദ റബിമാർ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തു ഭരണമേറ്റെടുക്കുമ്പോൾ മരണത്തിന്മേലും പാതാളത്തിന്മേലുമുള്ള അധികാരവും ഏറ്റുവാങ്ങും. ആ അധികാരത്തിനാണ് താക്കോൽ എന്ന് സൂചിപ്പിക്കുന്നത്. ഖബറടക്കപ്പെട്ട യേശു ക്രിസ്തു പാതാളത്തിൽ പ്രവേശിച്ച് മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നത് ഈ അധികാരത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സമ്പൂർണ്ണ അധികാരത്തിൽ ഉൾപ്പെടാത്ത യാതൊന്നുമില്ല എന്നാണ് ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 54-ഉം 55-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയോട് ഇത് പറയുന്നുണ്ട്. മരണത്തിൻ്റെ അധികാരം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ആദിമസഭയെ കൂടുതൽ ശക്തീകരിക്കുമായിരുന്നു. പൗലോസ് പറയുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അപ്പോൾ പാപത്തിൻ്റെ മേൽ സമ്പൂർണമായ അധികാരം, ജയം പ്രാപിച്ച ക്രിസ്തു നമ്മുടെ മുൻപിൽ അത്ര വലിയ ദർശനം നൽകുന്നത് ഈ ലോക ജീവിതത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ പീഡനങ്ങളുടെ മധ്യത്തിലും തളർന്നു പോകാതെ ധൈര്യമായി നിൽക്കുക,
ക്രിസ്തുവിൽ മരിക്കുന്നവർ മുൻപേ ഉയിർത്തെഴുന്നേൽക്കും. ആ നിത്യതയിൽ എല്ലാവർക്കും വാസസ്ഥലമുണ്ട് എന്ന ഉറപ്പ്. താൽക്കാലികമായതിനെ മറന്ന് നിത്യമായതിനെ പ്രാപിക്കാനുള്ള ശക്തമായ ആഹ്വാനം ആദിമസഭയ്ക്ക് അപ്പോസ്തലന്മാരിലൂടെയും പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാനിലൂടെയും ഒക്കെ നൽകിയിരിക്കുന്നു. അതിൻ്റെ പിന്തുടർച്ച എന്ന വണ്ണം കാലികമായ നമുക്കും അത് കൈവരുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും ബലവും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണമേ. സംഭവ ബഹുലതകൾ നിറഞ്ഞ ലോകത്ത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾ ബലഹീനരാകുമ്പോൾ അവിടുത്തെ ബലം ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾ തളർന്നു പോകുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. ഞങ്ങൾ വീണു പോകുന്നുവെന്ന് തോന്നുമ്പോൾ അവിടുന്ന് ഞങ്ങളെ പിടിച്ച് കരത്താൽ വഴി നടത്തുന്നു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതുവർഷം എല്ലാവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.